ചൂരൽമലയെയും മുണ്ടക്കൈയെയും തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഇന്ന് 4-ാം നാളാണ്. ഇതുവരെ 344 പേർ മരിച്ചു എന്നാണ് അനൗദ്യോഗികമായുള്ള കണക്ക്. ഇന്ന് 14 മൃതദേഹങ്ങൾ കണ്ടെത്തി. മുണ്ടക്കൈയിൽ ജീവന്റെ തുടിപ്പ് തേടിയുള്ള റഡാർ പരിശോധന പുരോഗമിച്ചിരുന്നു. മണ്ണിനടിയിൽ നിന്ന് റഡാറിൽ സിഗ്നൽ പതിഞ്ഞതോടെയാണ് ഇന്ന് വീണ്ടും അല്പം സമയം മുമ്പ് പരിശോധന നടത്തിയത്. ആർത്തലച്ചെത്തിയ ദുരന്തത്തിൽ 4-ാം നാളും ഉയർത്തെഴുന്നേൽക്കാനുള്ള പരിശ്രമത്തിലാണ് വയനാട്. ഇടവിട്ടുള്ള മഴയും കുതിർന്നു കിടക്കുന്ന ചെളിയും രക്ഷാപ്രവർത്തനങ്ങളെ ദുരിതപൂർണമാക്കുന്നുണ്ട്. എങ്കിലും ജീവന്റെ തുടിപ്പ് തേടിയുള്ള യാത്രയിൽ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഒരു ജനതയാകെ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിന്റെ 4-ാം ദിവസം അവസാനിക്കാറാകുമ്പോൾ 338 പേർ മരിച്ചതായാണ് അനൗദ്യോഗിക വിവരം. 300ഓളം പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്ന് ഔദ്യോഗിക അറിയിപ്പും വന്നിട്ടുണ്ട്. 133 പേരെയാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. 181 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 56 ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. ദുരന്തത്തിൽ കാണാതാവുകയോ മരണപ്പെടുകയോ ചെയ്തത് 49 കുട്ടികളാണ്. 91 ക്യാമ്പുകളിലായി 9328 പേർ കഴിയുന്നുണ്ട്. നിലമ്പൂരിലും താമരശ്ശേരിയിലും തെരച്ചിൽ തുടരുന്നു. മുണ്ടക്കൈയിൽ 4-ാം നാൾ കാലാവസ്ഥ അനുകൂലമായിരുന്നു. ഇതോടെ രക്ഷാപ്രവർത്തനവും ത്വരിതഗതിയിൽ നടന്നു. ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ പടവൊട്ടിക്കുന്നിൽ നിന്ന് 4 പേരെ ജീവനോടെ കണ്ടെത്താനായത് സങ്കടങ്ങൾക്കിടയിലും ഏറെ ആശ്വാസം പകർന്നു. 2 പുരുഷന്മാരെയും 2 സ്ത്രീകളെയുമാണ് രക്ഷപ്പെടുത്തിയത്. മലപ്പുറം, നിലമ്പൂർ, പോത്തുകൽ, മുണ്ടേരി ഭാഗത്ത് ചാലിയാർ പുഴയുടെ വിവിധ കടവുകളിൽ നിന്നായി 4 ദിവസം കൊണ്ട് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം 183 ഇതിൽ മൃതദേഹ ഭാഗങ്ങളും ഉൾപ്പെടുന്നു. ചാലിയാറിൽ ബോട്ട് ഉപയോഗിച്ചും ഡ്രോൺ ഉപയോഗിച്ചുമാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. വയനാട്ടിൽ നിന്ന് 6 അംഗ സ്കൂബ ടീമും കൂളിമാടെത്തി. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ നിലവിൽ 86 പേർ ചികിത്സയിലുണ്ട്. 176 പേർ ആശുപത്രി വിട്ടു. വയനാട്ടിലെ തിരച്ചിലിനായി എത്തിയ മർഫി, മായ, മാഗി എന്നീ പോലീസ് നായകൾക്ക് പുറമെ ഏഞ്ചൽ എന്ന നായയും ഇടുക്കിയിൽ നിന്നെത്തിച്ചിട്ടുണ്ട്. 27 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് നായകളുടെ സഹായത്തോടെയാണ്. സൈന്യവും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് സജീവമായുണ്ട്. വൈകുന്നേരത്തോടെയാണ് മുണ്ടക്കൈയിൽ സൈന്യം തിരച്ചിൽ അവസാനിപ്പിച്ചത്. റഡാർ ഉപയോഗിച്ചും മുണ്ടക്കൈയിൽ പരിശോധന നടത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതലയുള്ള മന്ത്രിമാർ വയനാട്ടിൽ തുടരുകയാണ്. ചാലിയാറിൽ മുഴുവൻ മൃതദേഹങ്ങളും കണ്ടെത്തും വരെ തിരച്ചിൽ നിർത്തില്ലെന്ന് മന്ത്രി പി പ്രസാദ് വ്യക്തമാക്കി. തെരച്ചിലിനായി നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹായം ലഭ്യമാക്കും. മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താൻ ആധുനിക യന്ത്രങ്ങളുടെ സഹായവും ഉറപ്പാക്കും. വയനാട് MP രാഹുൽ ഗാന്ധി ഇന്നും ക്യാമ്പുകളിലെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അതിനിടെ മുണ്ടക്കൈയിൽ മണ്ണ് വീണ് തകർന്ന കടയ്ക്കുള്ളിൽ ജീവന്റെ തുടിപ്പ് റഡാർ സിഗ്നലിലൂടെ കണ്ടെത്തിയെന്ന വാർത്ത ദുരന്ത നിമിഷങ്ങളിലും ആശ്വാസത്തിൻ്റെതായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. പൊന്നുരുക്കിയെടുക്കാൻ ബ്രിട്ടീഷുകാർ വന്ന് താമസിച്ച മലയാണ് മുണ്ടക്കൈയും ചൂരൽമലയും. 180 വർഷം മുമ്പ് 1870 തന്നെ ആരംഭിച്ചതാണ് ചൂരൽമലയിലെ ജനജീവിതം. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചൂരൽമല. ചാലിയാറിൽ കണ്ടെത്തിയ സ്വർണ്ണത്തരികളുടെ ഉത്ഭവം തേടിയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ എത്തിയത്. അത് വർഷം 1870. അന്നു മുതൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രധാന സെറ്റിൽമെന്റുകളിലൊന്നാണ് വെള്ളരിമല. സ്വർണം തേടി 30 ഖനികളാണ് ഇവിടെ കുഴിച്ചത്. അന്ന് തൊഴിലാളികളായി വന്നവരുടെ പിന്മുറക്കാരാണ് മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുള്ളവരിൽ പകുതിയും. ഖനനത്തിലൂടെ കിട്ടാനുള്ളത് നേടിക്കഴിഞ്ഞപ്പോൾ പ്രദേശത്തെ ബ്രിട്ടീഷുകാർ എസ്റ്റേറ്റായി പരിവർത്തനം ചെയ്തു. അങ്ങനെ പഴയ ഖനിത്തൊഴിലാളികൾക്കൊപ്പം എസ്റ്റേറ്റ് തൊഴിലാളികളുടെ തലമുറയും എത്തി. 1940 കേരളത്തിലെ ആദ്യ കുടിയേറ്റങ്ങളിലൊന്ന് ആരംഭിച്ചതും ഇവിടെയാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് ഇടുക്കി ഹൈറേഞ്ചിലേക്കും കണ്ണൂരിലേക്കും പിന്നെ വയനാട്ടിലേക്കും നടന്ന കുടിയേറ്റങ്ങളുടെ തുടക്കം. ബ്രിട്ടീഷുകാർക്കു പിന്നാലെ നിലമ്പൂർ കോവിലകം നേരിട്ട് നിയന്ത്രിച്ച 5000-ഓളം ഏക്കർ സ്ഥലവും മേഖലയിലുണ്ട്. അതിപ്പോൾ നിക്ഷിപ്ത വനമാണ്. ആ വനത്തിൽ നിന്നാണ് പുഞ്ചിരിമട്ടത്തിന്റെ ഉരുളിന്റെ തുടക്കവും.
മറ്റു തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾ. ഇക്കരെ ചൂരൽമലയിൽ വളർന്നു വന്ന തനി കേരളം. എല്ലാ ജാതിമത വിഭാഗങ്ങളും എല്ലാ വിശ്വാസികളും അവിടെ ജീവിച്ചു. കൃഷി മാത്രമായിരുന്നില്ല ഉപജീവനം. കേരളത്തിലെ ആദ്യകാല ഗൾഫ് യാത്രകൾ, ആദ്യകാല നഴ്സിംഗ് തലമുറ, ആദ്യകാല യൂറോപ്യൻ കുടിയേറ്റം, അമേരിക്കൻ പൗരത്വം, കാനഡ കുടിയേറ്റം, അതെല്ലാം ഇവിടെയും സംഭവിച്ചു. കേരളത്തിലെ മറ്റേതൊരു നാടും പോലെയാണ് മുണ്ടക്കൈയും ചൂരൽമലയും. ആ ജനത മാത്രമായി എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ഉണ്ടായതുമല്ല ഈ ദുരന്തം. ടീം ന്യൂസ് മലയാളം, വയനാട്.